നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നിയോ ഫാഷിസ്റ്റ് സവിശേഷതയുള്ളതെന്ന് CPIM ദേശീയ കോർഡിനേറ്ററും മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗവുമായ പ്രകാശ് കാരാട്ട്. RSS അജണ്ട തീവ്രമായി നടപ്പാക്കാനാണ് ശ്രമം. ഇന്ത്യയിൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ നവഫാസിസത്തിന്റെ രൂപമായാണ് CPIM കാണുന്നത്. നമ്മൾ പ്രതിരോധിച്ചില്ലെങ്കിൽ അത് പൂർണ്ണമായി ഫാസിസമായി മാറുമെന്നും പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു. Fascist ideology which identifies someone as the enemy, whether it's a religious minority or an ethnic minority, or as in the case of Europe, immigrants who are considered foreigners, all this constitutes ingredients of neo-fascism. And in India, the RSS and the Hindutva ideology is a distinctive feature. It is not there in other countries. That is why we also use the term neo-fascism, unlike what we used to call earlier fascism or fascistic. This is what we have put in our resolution. With the 11 years of Modi government's rule, the aggressive drive to impose the Hindutva agenda and the neoliberal agenda, yes, they are displaying neo-fascistic characteristics now. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. ഇപ്പോൾ സംസ്ഥാന സമ്മേളന നഗരിയിൽ നിന്നും അർജുൻ രാജ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, നവഫാസിസം എന്ത് എന്ന കാര്യം വളരെ കൃത്യമായി വിവരിക്കുകയായിരുന്നു പ്രകാശ് കാരാട്ട്. അതൊരു രഹസ്യരേഖയല്ല എന്നും അത് തന്നെയാണ് പാർട്ടി നയമെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ടായിരുന്നു. അതാണ് മോദി സർക്കാരിനോടുള്ള CPMന്റെ സമീപനം എന്നുള്ളത്. അതായത് നവഫാസിസ്റ്റ് പ്രവണതകളുള്ള സർക്കാരാണ് മോദി സർക്കാർ എന്നുള്ള കാര്യം അടിവരയിട്ട് പ്രകാശ് കാരാട്ട് ആ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വ്യക്തമാക്കുകയായിരുന്നു. അതിൽ അദ്ദേഹം ചില വിമർശനങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കെതിരെ, VD സതീഷിനെതിരെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നതും കണ്ടു. പ്രകാശ് കാരാട്ടിന്റെ പ്രസംഗത്തിന്റെ ആകെത്തുക എന്തായിരുന്നു? ഈ പ്രവർത്തന റിപ്പോർട്ട് എപ്പോഴായിരിക്കും അവതരിപ്പിക്കുക? ആ പ്രവർത്തന റിപ്പോർട്ടിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നവഫാഷിസം അത് സംബന്ധിച്ചുള്ള CPMന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിലാണ് ഈ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നത്. ഇക്കാര്യത്തിൽ ഈ മോദി സർക്കാർ ഒരു ഫാസിസ്റ്റ് അല്ല എന്ന തരത്തിലുള്ള വിമർശനം അല്ലെങ്കിൽ അതിലെ പ്രമേയത്തിലെ ഭാഗം വലിയ വിമർശനം ഉണ്ടായി. അതിന് പിന്നാലെ കോൺഗ്രസ് ഒക്കെ CPMനെ വിമർശിക്കുകയും ഇത് RSSുമായുള്ള ബന്ധത്തിന്റെ തെളിവാണെന്ന തരത്തിലാണ് RSS അതിനെ വിമർശിക്കുന്നത്. പക്ഷേ അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തിയിരിക്കുകയാണ് ദേശീയ കോർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരാട്ട്. എന്താണ് നവഫാഷിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായി അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലാസിക്കൽ ഫാഷിസത്തിന്റെ സവിശേഷതകളുള്ള അതിൻ്റെ പ്രവണതകളുള്ള ഫാഷിസത്തെയാണ് ഇപ്പോൾ നവഫാഷിസം എന്ന് പറയുന്നത്. നവഫാഷിസത്തിൻ്റെ തന്നെ പ്രവണതകൾ മാത്രമാണ് മോദി സർക്കാരിന് ഉള്ളത്. പൂർണ്ണമായും നവഫാഷിസത്തിലേക്ക് പോയിട്ടില്ലെന്നാണ് പ്രകാശ് കാരാട്ട് വ്യക്തമാക്കുന്നത്. അതായത് ഈ പൂർണ്ണ തോതിലേക്ക് അത് മാറാനുള്ള സാഹചര്യത്തെ നമ്മൾ പ്രതിരോധിച്ച് നിൽക്കണം, ഇല്ലെങ്കിൽ നവഫാസിസത്തിലേക്ക് പോകും എന്നാണ് പ്രകാശ് കാരാട്ട് വ്യക്തമാക്കിയത്. ഹിന്ദുത്വ ആശയം അത് നവഫാസിസത്തിന്റെ പുതിയ രൂപമായി തന്നെയാണ് പാർട്ടി കാണുന്നത്. പക്ഷേ മോദി സർക്കാർ പൂർണ്ണമായും നവഫാസിസത്തിലേക്ക് എത്തിയെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ലെന്ന് അദ്ദേഹം അടിവരായിട്ട് പറയുകയാണ്. അതിനെ പ്രതിരോധിക്കണം, ഇടതുപക്ഷം അത് പ്രതിരോധിച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ അത് ഫാസിസത്തിലേക്ക് പോകാനുള്ള സാധ്യത എന്ന തരത്തിലാണ് അദ്ദേഹം ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിന് രൂക്ഷമായിട്ടുള്ള വിമർശനമുണ്ട്. എന്താണ് ഫാസിസം? CPM എന്നാണ് ഉദ്ദേശിച്ചത്? കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ എന്താണ് പറഞ്ഞതെന്ന് തിരിച്ചറിയാതെയാണ് ചീപ്പ് പൊളിറ്റിക്സ് കോൺഗ്രസ് കളിക്കുന്നതെന്നാണ് പ്രകാശ് കാരാട്ട് വിമർശിച്ചത്. മാത്രമല്ല BJPയെയും RSSനെയും നേരിടുന്നതിന് ഞങ്ങൾക്ക് കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലെന്നും പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. അന്തർദേശീയ വിഷയങ്ങളടക്കം സംസാരിച്ചുകൊണ്ട് ഏകദേശം 2 മണിക്കൂർ നീണ്ട പ്രസംഗമായിരുന്നു പ്രകാശ് കാരാട്ടിൻ്റെത്. അതിൽ ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതുണ്ടാക്കുന്ന ആകമാനം ഉണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. അമേരിക്ക ദുർബലപ്പെടുകയാണ്, പക്ഷേ തങ്ങൾക്കാണ് ശക്തി എന്ന് കൊല്ലത്ത് സമ്മേളന നഗരിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.